ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഷവർമ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 3/4 കിലോയോളം ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് സുറുക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഓവർ മസാലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറിയൊരു മസാല കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇപ്പോൾ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ട് എല്ലോട് കൂടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മാക്സിമം ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ചിക്കനൊക്കെ അവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി, ക്യാരറ്റ്, തക്കാളി കുറച്ച് മതി കേട്ടോ. പിന്നെ കാബേജ്, ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10ഓളം ഷവർമ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. അപ്പോൾ അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഒരു ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ എല്ലൊക്കെ റിമൂവ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ. നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, അതുപോലെ തന്നെ കാബേജ്, ഇത്രയും ഐറ്റംസാണ് അതിലേക്ക് മെയിനായിട്ട് തന്നെ വേണ്ടത്. ഇനിയിപ്പോൾ ഇത് മൊത്തമായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ എല്ലൊക്കെ റിമൂവ് ആക്കിയിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കണ്ടല്ലോ, ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ആക്കിയത്. അതുപോലെ തന്നെ മയോണൈസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലും കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് മയോണൈസാണ്. ഞാനിപ്പോൾ ഒരു 3 കോഴിമുട്ട വെച്ചിട്ടാണ് മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മയോണൈസ് റെഡിയാക്കിയിട്ടുള്ളത്. അതാണ് ഇത് ഒരു ഓഫ് വൈറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ മയോണൈസ് റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ റെഡിയാക്കി എടുക്കുക. പിന്നെ മയോണൈസ് ഒരു തുള്ളി ഓയിലോ മുട്ടയൊന്നും ഉപയോഗിക്കാതെ പാല് മാത്രം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒരു തുള്ളി ഓയിലോ കോഴിമുട്ട ഒന്നും നമുക്കതിലേക്ക് ആവശ്യമായിട്ടില്ല. പാല് മാത്രമായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്ന മയോണൈസാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു രീതിയിൽ മയോണൈസ് റെഡിയാക്കി എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഉണ്ടല്ലോ, ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ മയോണൈസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഈ സമയത്ത്. ഇനിയിപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുബൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കുബൂസാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലത്തെ കുബൂസിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഒരു കുബൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മയോണൈസും കൂടെ ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനിയിപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 ഭാഗവും ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഷവർമയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടും നമുക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റും. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി മക്കൾക്കൊക്കെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ ഷവർമ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.